നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിലയിരുത്തിയ കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നടൻ ദിലീപിന്റെ ഹർജി തള്ളി. തന്നെ കുടുക്കിയതാണെന്ന ദിലീപിന്റെ വാദത്തിന് തെളിവില്ലെന്നും കോടതി വ്യക്തമാക്കി. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്ന ദിലീപിന്റെ ആരോപണം കോടതി തള്ളി. രേഖകൾ പരിശോധിച്ചതിൽ നിന്നും അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ബോധ്യപ്പെട്ടതായി ജസ്റ്റിസ് സുനിൽ തോമസ് പറഞ്ഞു. പൾസർ സുനിയുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് തന്നെ പ്രതിയാക്കിയതെന്ന ദിലീപിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. ലിബർട്ടി ബഷീറും ശ്രീകുമാർ മേനോനും ചേർന്ന് തന്നെ കുടുക്കിയതാണെന്ന് ദിലീപിന്റെ വാദത്തിലും കഴമ്പില്ല. ഇത് തെളിയിക്കാൻ ആവശ്യമായ ഒരു തെളിവും ദിലീപിന്റെ പക്കലില്ല. വിചാരണ അനന്തമായി നീട്ടാനുള്ള ദിലീപിന്റെ ശ്രമമാണ് സിബിഐ അന്വേഷണ ഹർജിക്ക് പിന്നിലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാൻ പ്രതിക്ക് അവകാശമില്ലെന്നും പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചു. പോലീസിന്റെ ഈ രണ്ട് വാദങ്ങളും ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും ഗൂഢാലോചന കുറ്റത്തിൽ തന്നെ തെറ്റായി ഉൾപ്പെടുത്തിയതാണെന്നും ദിലീപ് വാദിച്ചു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ വിചാരണ കോടതിയിൽ പ്രതിക്ക് ഉന്നയിക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിബിഐ അന്വേഷണ ഹർജി കോടതി തള്ളുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7A വിക്ഷേപണം അല്പസമയത്തിനകം 4:10 വിക്ഷേപണം നടക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. 26 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗൺ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്യാം ചേരുന്നു. ശ്യാം, പ്രതിരോധ രംഗത്ത് നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഉപഗ്രഹമാണ് ഇന്ത്യ വിക്ഷേപിക്കുന്നത്. 4:10 ഉപഗ്രഹം വിക്ഷേപിക്കും എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ജോർജറ്റ്, ഇന്ത്യയുടെ 35ാമത് വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7 അല്പസമയത്തിനകം തന്നെയാണ് വിക്ഷേപിക്കുന്നത്. ഇതിന്റെ കൗണ്ട് ഡൗൺ ഇന്നലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച 2 മണിയോടുകൂടിയായിരുന്നു ഇതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. പ്രധാനമായും വ്യോമ നിർമ്മാണ രംഗത്തും അതോടൊപ്പം തന്നെ കരസേനയിലും എല്ലാം തന്നെ ഏറ്റവും അധികം ശക്തമായ ഒരു കാര്യക്ഷമതയുള്ള ഒരു GSAT-7 ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാന രംഗത്തും ഏറ്റവും കൂടുതൽ ഉപയോഗമാകുന്ന ഒരു ഉപഗ്രഹം തന്നെയായിരിക്കും ഇത്. പ്രധാനമായും ഇതിന്റെ പ്രവർത്തന കാലാവധി 8 വർഷം മാത്രമായിരിക്കും. പ്രധാനമായും ഇന്ത്യ മാത്രമായിരിക്കും ഇതിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരിക. GSAT-7A GSLV F-11 റോക്കറ്റാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ഈ GSLV F-11 എന്ന് പറയുന്നത് GSLV 13ാം ശ്രേണിയിലെ ഉപഗ്രഹവും ഇത്തരത്തിലുള്ള വിക്ഷേപണ വാഹനവും കൂടിയാണ്. പ്രധാനമായും ഇന്നലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്നും തന്നെ ഇതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമായും കര, വ്യോമ, നാവികസേനകൾക്കാണ് ഏറ്റവും കൂടുതൽ GSAT-7A പ്രയോജനം ലഭ്യമാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ബഹിരാകാശ ശാസ്ത്രജ്ഞർ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യയുടെ പ്രധാന വാർത്താവിനിമയ രംഗത്തെ ശക്തമായ മുതൽക്കൂട്ട് തന്നെയായിരിക്കും GSAT-7. ഏതായാലും 4:10 കൂടിയാണ് വിക്ഷേപണം ഉണ്ടാകുക. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. അന്തർദേശീയ ന്യൂനപക്ഷ ദിനാചരണം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി. മുസ്ലിമാണെന്ന് മനസ്സിലാക്കി ആക്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ ഇളയവനായ ജുനൈദിനെ ഒന്ന് വലിച്ചെറിയുന്നത് പുറത്തേക്ക്. എന്തെല്ലാം സംഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ക്രൂര സംഭവങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര ക്രൂരമായ രീതിയിലാണ് ഈ വിഭാഗം ഇടപെടുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഇക്കാര്യത്തിൽ മതനിരപേക്ഷതയുടെ ഭാഗമായി നിൽക്കുന്നവര് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വർഗീയ നീക്കങ്ങളെ ശക്തമായി എതിരിടാനല്ലേ തയ്യാറാകേണ്ടത്? അതിനെ പ്രതിരോധിക്കാനല്ലേ തയ്യാറാകേണ്ടത്? എന്നാൽ അതിനു പകരം ആ വർഗീയതയുമായി സമരസപ്പെടുന്ന ആളുകളെ നാം കണ്ടു, കക്ഷികളെ നാം കണ്ടു, മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന നേതാക്കളെ നാം കണ്ടു. ഒന്നിന്റെ ബി ടീമായി നിന്നുകൊണ്ട് എ ടീമിനെ പ്രതിരോധിക്കാനാവില്ല. അങ്ങനെ ശ്രമിച്ചാൽ ബി ടീമിനെ എ ടീം വിഴുങ്ങും. ഇതും പലയിടത്തും കാണാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ രാജ്യം മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട
ഏറ്റവും ഗൗരവമായ ഉത്തരവാദിത്വത്തിലൂടെ നീങ്ങേണ്ട ഒരു ഘട്ടം. ഏത് ന്യൂനപക്ഷ വിഭാഗത്തെയും ലക്ഷ്യമിടാൻ തയ്യാറാകുന്ന സംഘപരിവാർ നീക്കങ്ങൾ രാജ്യത്തിലെ പ്രധാന ന്യൂനപക്ഷങ്ങളിൽ മറ്റൊന്നാണ് ക്രൈസ്തവ വിഭാഗം. കുറച്ചുനാൾ മുൻപ് ക്രൈസ്തവ വിഭാഗത്തിന് നേരെ നടന്ന ആക്രമണം ഓർത്തു നോക്കി. കൃത്യമായ കാലപരിധി പറഞ്ഞു. ഇന്ന കാലത്തിനുള്ളിൽ ഇക്കൂട്ടർ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള ആക്രമണങ്ങളാണ് നടന്നത്. വ്യാപകമായ ആക്രമണവും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും അതിന്റെ ഭാഗമായി മതം മാറ്റത്തിൻ്റെതായ പ്രഖ്യാപനങ്ങളും എല്ലാം വന്നത്. അതിലേറ്റവും ജുഗുപ്സാവഹമായ കാര്യമായിരുന്നു ഒറീസയിൽ നടന്നത്. എന്തെല്ലാം നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ അഴിച്ചുവിടുന്ന നിലയുണ്ടായി. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് പകരം ആ വിഭാഗത്തെ നിഷ്കാസനം ചെയ്യുക, ന്യൂനപക്ഷമേ ഇല്ലാതാവുക, ഇതാണ് RSSന്റെ തത്വശാസ്ത്രം. ഹിറ്റ്ലറുടെ ആശയം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കർ എഴുതി വെച്ചു, രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ ജർമ്മനിയില് ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ഒരു കൂട്ടർ മാത്രം പറഞ്ഞത്. ഇവിടെയാകുമ്പോൾ രണ്ട് കൂട്ടരെ, പ്രബലമായ രണ്ട് വിഭാഗത്തെ, മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും, ഹിറ്റ്ലറെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും കൂട്ടത്തിൽ ചേർന്നു. ആ ആശയത്തിന്റെ പ്രായോഗിക രൂപം, അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരൽ, ഇതാണിവിടെ രാജ്യത്തിനകത്ത് നടന്നത് എന്ന് നാം കാണണം. ഇതിനെതിരെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ കേരളം എല്ലാ കാലത്തും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നിട്ടുണ്ട്. അതിനിടയാക്കിയത് കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം തന്നെയാണ്. കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ നവോത്ഥാനം ആ കാലഘട്ടം ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പുതിയ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7A വിക്ഷേപണം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയ ശേഷം മുഖ്യമന്ത്രിയിലേക്ക് മടങ്ങിയെത്താം. It's ignited. കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 6 seconds after L40s are commanded to be shut off. ഒരു മിനിറ്റ് കൂടിയാണ് ഇനി വിക്ഷേപണത്തിന് ബാക്കിയുള്ളത്. അവസാന നിമിഷങ്ങളിലേക്ക് കൗണ്ട് ഡൗൺ എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ന്യൂസ് ഡെസ്കിൽ ചേരുകയാണ്. ശ്യാം, ഒരു മിനിറ്റിനകം GSAT-7 കുതിച്ചുയരും. പ്രതിരോധ മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഉപഗ്രഹമാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യക്കുള്ളത്. എങ്ങനെ കാണാം? എങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി?
ജോർജ്, തീർച്ചയായും ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹ പ്രധാനമായും ഇത്തരത്തിൽ GSAT-7 നിർണായകമായ ഒരു പങ്കായിരിക്കും വഹിക്കുക. പ്രധാനമായി യുദ്ധമേഖലകളിലായിരിക്കും GSAT-7 ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക എന്ന് പറയുന്നത്. 2250 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. പ്രധാനമായും 8 വർഷമാണ് ഇതിന്റെ കാലാവധി കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവിടുന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ 19.20 മിനിറ്റ് കൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഭ്രമണപഥത്തിലേക്ക് എത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനമായും GSLV F-13 ശ്രേണിയിലെ GSLV F-11 റോക്കറ്റാണ് പ്രധാനമായും GSAT-7 വഹിച്ചുകൊണ്ട് ഭ്രമണപഥത്തിലേക്ക് എത്തുക. ഇതിന്റെ പ്രവർത്തന ഘട്ടം തന്നെ പ്രധാനമായും 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇതിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുക. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും GSAT-7 ഭ്രമണപഥത്തിലേക്ക് GSLV F-11 എത്തിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ വ്യോമസേനയ്ക്കും ഏറ്റവും കൂടുതൽ ഉതകുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ GSAT-7 പ്രയോജനം ലഭ്യമാകുക. അതോടൊപ്പം തന്നെ പ്രധാനമായും ക്രയോജനിക് സാങ്കേതിക വിദ്യ തന്നെ പ്രയോഗിച്ചുകൊണ്ടുള്ള 7ാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇത് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അമേരിക്ക, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രയോജനിക് സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുള്ള വിക്ഷേപണങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളൂ. എന്തായാലും ഇന്ത്യയുടെ 35ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7 വിക്ഷേപിക്കുമ്പോൾ പ്രധാനമായും നിർണായകമായ ഒരു ഏടുകൂടിയായിരിക്കും ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് പ്രധാനമായും ശാസ്ത്രജ്ഞർ വരച്ചു ചേർക്കുന്നത്. ശ്യാം, അതിനാണ് അല്പനിമിഷങ്ങൾ കൂടി ബാക്കിയാണ്. ഇനി 9 സെക്കൻഡുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. GSAT-7A ഉപഗ്രഹം അല്പസമയത്തിനകം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏകദേശം 19.20 മിനിറ്റിനുള്ളിൽ 36,000 കിലോമീറ്റർ മുകളിൽ ഭ്രമണപഥത്തിലേക്ക് GSAT-7A ഉപഗ്രഹത്തെ എത്തിക്കുകയാണ് ISROയുടെ ലക്ഷ്യം. ഇതിനായി GSLV F-11 റോക്കറ്റാണ്, വിക്ഷേപണ വാഹനമാണ് ISRO ഉപയോഗിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്ന ഉപഗ്രഹമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത്. ഏകദേശം 2250 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം വഹിച്ചുകൊണ്ട് GSLV F-11 കുതിച്ചുയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 19.20 മിനിറ്റുകൾ മാത്രമാണ് എടുക്കുക. 26 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൌണിന് ശേഷമാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. इस समय 4 L-40 തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്യാമിലേക്ക് വന്നു. ശ്യാം, വിക്ഷേപണം അതിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് വലിയ ശക്തിയാകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ രംഗത്ത് ഉണ്ടാകുന്നത്. ഈ ഉപഗ്രഹത്തിന്റെ പദ്ധതിയോടെ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഇതിന്റെ 70% പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, ഈ ഉപഗ്രഹത്തിന്റെ സേവനത്തിന്റെ 70% പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, അതായത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതിൽ ഭൂരിഭാഗവും വ്യോമസേനയ്ക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വിക്ഷേപണം പുരോഗമിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? ജോർജറ്റ്, പ്രധാനമായും ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും 70% പ്രവർത്തനങ്ങൾ യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ വ്യോമസേനയുടെ നിരീക്ഷണവും തന്നെയാണ് പ്രധാനമായും GSAT-7 കൊണ്ട് ബഹിരാകാശ രംഗത്ത് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും ഇന്ത്യ അതോടൊപ്പം തന്നെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ പ്രയോജിച്ചിരിക്കുന്നു. 7ാമത്തെ വിക്ഷേപണ വാഹനവും കൂടിയാണിത്. ഇതിന്റെ 2250 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന കാലാവധി തന്നെ 8 വർഷമാണ്. ഇതിന്റെ പ്രവർത്തന പരിധിയും ഇന്ത്യയിൽ മാത്രമായിരിക്കുമെന്ന് തന്നെ പ്രധാനമായും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് പ്രവർത്തന വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് ഭ്രമണപഥത്തിലെത്തുന്നത് 3 ഘട്ടമായിട്ടായിരിക്കും ഇത്തരത്തിൽ ഭ്രമണപഥത്തിലെത്തുന്നത്. 3 ഘട്ടത്തിലും GSLV F-11 തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുകൊണ്ടായിരിക്കും ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള 7ാമത്തെ വിക്ഷേപണ വാഹനവും കൂടിയാണിത്. പ്രധാനമായും അമേരിക്ക, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിലൊരു ക്രയോജനിക് സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുകൊണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള വിക്ഷേപണം ഇത്തരത്തിൽ നടത്തിയിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇന്ത്യയുടെ 35ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-7 ഇത്തരത്തിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചുയരുമ്പോഴേക്കും നിർണായകം ഒരു ഏടുകൂടി തന്നെയാണ് പ്രധാനമായും പ്രതിരോധ മേഖലയിൽ തന്നെ ഉണ്ടാകുന്നത്. അത് പ്രധാനമായും വ്യോമസേനയുടെ നിർണായകമായ ഒരു ഏടുകൂടിയായിരിക്കും ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. വ്യോമസേനയ്ക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാകുന്നത്. പ്രധാനമായും യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് 70% ഈ GSAT-7 പ്രവർത്തനം മാറ്റിവെച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രതിരോധ രംഗത്ത് തന്നെ ഇതുകൊണ്ട് GSAT-7 കൊണ്ട് ഏറ്റവും കൂടുതൽ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ലക്ഷ്യമിടുന്നത്. അതായത് ആദ്യ മിനിറ്റുകൾ വിജയകരമായി പൂർത്തിയാകും
പൂർത്തിയാകുന്നു. 19.20 മിനിറ്റിലാണ് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേരുക. ഇതിനു മുമ്പ് GSAT-6 നമുക്ക് മുന്നിൽ ഒരു അനുഭവമാണ്. അതിന്റെ വിക്ഷേപണം നേരായ വഴിയിൽ തന്നെ പോയെങ്കിലും അതിന്റെ പദ്ധതിയുടെ പ്രയോജനം പൂർണ്ണമായി ലഭ്യമാകാതെ അത് പരാജയപ്പെട്ടു എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് GSAT-7 വിക്ഷേപണം ശ്രദ്ധേയമാകുന്നത്. അത്തരത്തിൽ നിരീക്ഷിച്ചാൽ ഇപ്പോൾ വിജയകരമായ രീതിയിലാണ് വിക്ഷേപണം പുരോഗമിക്കുന്നത്. ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാനും മിനിറ്റുകൾക്കകം ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ശ്യാമിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഏറ്റവും പുതിയ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-7 വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അല്പസമയം മുമ്പാണ് വിക്ഷേപണം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ചേരുകയാണ്. ശ്യാം, ഏതാനും നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചേരും. വളരെ പ്രതീക്ഷയോടെയാണ് രാജ്യം ഈ വിക്ഷേപണത്തെ കാണുന്നത്. സൈനിക ശേഷിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഉപഗ്രഹം തന്നെയാണ് GSAT-7A എന്നതുകൊണ്ട് തന്നെ സൈനിക ശേഷിയിൽ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും, നിർണായക ശക്തിയായി മാറും. ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം ഇത്തരം ഒരു ഉപഗ്രഹം സ്വന്തമായുള്ളത് ഇന്ത്യക്ക് മാത്രമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എത്രത്തോളം നിർണായക ശക്തിയായി മാറാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്? സൈന്യത്തിനെ ഏത് വിധത്തിലാണ് ഈ ഉപഗ്രഹം സഹായിക്കുക? ജോർജറ്റ്, പ്രധാനമായും തദ്ദേശീയമായി ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന GSAT-7 ഏറ്റവും കൂടുതൽ പ്രതിരോധ മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലാണ് പ്രധാനമായും ISRO ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രവർത്തന പരിധി തന്നെ 8 വർഷമായിട്ടാണ് ഇതിനെ ചുരുക്കിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഇതിന്റെ 2250 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരവുമെന്നും പ്രധാനമായും ഇതിന് എടുത്തു പറയേണ്ട പ്രധാനമായ ഒരു സവിശേഷത കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പരിധിക്കുള്ളിൽ വരുന്നത് ഇന്ത്യ മാത്രമായിരിക്കും. ഈ ഒരു ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിക്ഷേപിച്ചിരിക്കുന്ന GSAT-7 പ്രവർത്തന പരിധിക്കുള്ളിൽ വരിക. അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇതിന്റെ 70% പ്രവർത്തനം നീക്കിവെച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ മറ്റ് ശത്രു രാജ്യത്തു നിന്നുള്ള വിമാനങ്ങളെ അടക്കം നിരീക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ വേഗത്തിൽ ഇത്തരത്തിൽ ആശയങ്ങൾ കൈമാറുന്നതിനും ചിത്രങ്ങൾ സഹിതം കൈമാറുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ GSAT-7 ക്രമീകരിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രതിരോധ അതോടൊപ്പം തന്നെ വ്യോമ, കര, നാവികസേനകൾ ലക്ഷ്യമിട്ട ഈ 3 പ്രതിരോധ സേനകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ISRO ഇത്തരത്തിൽ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് GSAT-7 വിക്ഷേപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSLV 13ാം ശ്രേണിയിലെ വിക്ഷേപണ വാഹനം കൂടിയാണ് GSAT-11 എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും ഇതിന്റെ പ്രവർത്തന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഒരു GSAT-7 3 ഘട്ടങ്ങളിലായിട്ടുമായിരിക്കും ഇത്തരത്തിൽ വിക്ഷേപിച്ചുകൊണ്ട് ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകമായ ഒരു സവിശേഷത കൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തന ഘട്ടവും കൂടി സജ്ജീകരിച്ചിരിക്കുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങളിൽ PSLV വിശ്വസനീയമായ വാഹനമായിരുന്നു. അതിനേക്കാൾ വലിയ ശേഷിയാണ് GSLV നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഈ ഒരു വിക്ഷേപണം GSLV-യുടെ പരീക്ഷണ മേഖലകളിൽ ഒരു പുതിയ ഒരു തരംഗം കൂടി സൃഷ്ടിക്കുകയാണ്. നേരത്തെ തന്നെ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യയുടെ വിക്ഷേപണങ്ങൾ സക്സസ് ആയ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പക്ഷേ ശ്രദ്ധേയമായി അതൊരു ബിസിനസ് തലങ്ങളിലേക്ക്, ബഹിരാകാശ രംഗത്തെ മറ്റു രാജ്യങ്ങളെ ആകർഷിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ GSLV-യുടെ ഇന്നത്തെ ഒരു വിജയം കൂടി ഉണ്ടെങ്കിൽ അത് വലിയ ഒരു മുതൽക്കൂട്ടാകും ISROയ്ക്ക് എന്നുള്ള ഒരു കാര്യം കൂടി നിരീക്ഷിച്ചാൽ ഈ വിക്ഷേപണത്തെ എങ്ങനെ കാണാം? ഒരു ഉപഗ്രഹം വഹിച്ചുകൊണ്ട് പോകുന്നു എന്നതിനപ്പുറം വലിയ ഭാരങ്ങൾ വഹിക്കാൻ കൂടി GSLV-ക്ക് ശേഷിയുണ്ട് എന്ന കാര്യം കൂടി പരിഗണിക്കുമ്പോൾ ജോർജറ്റ് സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും GSLV ശ്രേണിയിലെ 13ാം ശ്രേണിയിലെ ഈ GSLV 11 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ശേഷി വഹിക്കാനുള്ള ഒരു വിക്ഷേപണ വാഹനവും കൂടിയാണ്. എന്നാൽ ഇത്തരത്തിൽ 2250 കിലോഗ്രാം ഭാരം മാത്രം വഹിച്ചുകൊണ്ടുള്ള GSAT-7 വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിൽ കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുണ്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ISRO ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായും ഇത്തരത്തിൽ ഉപഗ്രഹത്തെ വിക്ഷേപണ തറയിൽ നിന്ന് എത്തിക്കുമ്പോൾ പ്രധാനമായും ഇതിന്റെ കാലാവധി 8 വർഷമാണ്. ഇതിന്റെ പ്രവർത്തനം എല്ലാം കൂടി ചുരുങ്ങിയ ക്രമീകരണങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് GSAT-7 പ്രവർത്തന തത്വം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇതിന്റെ ഒരു ക്രമീകരണം സജ്ജമാക്കിയതും. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ GSAT-6 പ്രവർത്തന ഘട്ടത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു. പാളിച്ചകളൊന്നും വിലയിരുത്താൻ സാധിക്കില്ല. പ്രധാനമായും GSAT-6 2015 വിക്ഷേപിച്ചിരുന്നു. എന്നാൽ അതിനെ തുടർന്നുകൊണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്താവിനിമയ സന്ദേശങ്ങൾ അടങ്ങിയ കാര്യങ്ങൾക്കും കൂടുതൽ വ്യക്തതയും വേഗതയും വരുത്തുന്നതിന് വേണ്ടിയായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം GSAT-6
വിക്ഷേപണം നടത്തിയിരുന്നത്. എന്നാൽ GSAT-6 ഇത്തരത്തിൽ വിക്ഷേപിച്ചതിൽ നിന്നും കൂടുതൽ വിജയം നേടിയിരുന്നു. എന്നാൽ ഇത് വീണ്ടും ഗ്രൗണ്ടുമായി ഉള്ള ആശയങ്ങൾ കൈമാറുന്നതിനും ഇതിന് പ്രത്യേക ഒരു തലത്തിലേക്ക് മാറുന്നതിനും GSAT-6 ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് അന്നത്തെ വിക്ഷേപണം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ GSAT-7 തന്നെ ഇത്തരത്തിൽ വാർത്താവിനിമയ ഉപഗ്രഹ രംഗത്തും അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തും ഇത്തരത്തിൽ കാര്യക്ഷമമായ ശേഷി തന്നെ ഇന്ത്യ കാണിച്ചിരിക്കുകയാണ്. പ്രധാനമായും യുദ്ധനിർമ്മാണ രംഗത്തെ ഇത്തരത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും GSAT-7 ഈ വിക്ഷേപണം കൊണ്ട് രാജ്യം ലക്ഷ്യമിടുന്നത്. ശ്യാം, അത് തന്നെയാണ് 2013 GSAT-7 ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. അതിന് തുടർമാനമായാണ്, അതിനോട് കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ GSAT-7A വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് പ്രവർത്തന സജ്ജമാകുന്നതോടെ 8 വർഷമാണ് ഇതിന്റെ ആയുസ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിരോധ മേഖലയിലടക്കം യുദ്ധരംഗത്തടക്കം കൂടുതൽ സൂക്ഷ്മത ഇന്ത്യക്ക് കൈവരുന്നു. അത് വലിയ നേട്ടങ്ങളിലേക്കാണ് എത്തിക്കുന്നത്. ഏതൊക്കെ തലത്തിലാണ് ഈ സൂക്ഷ്മത കൈവരിക്കാൻ കഴിയുന്നത്? GSAT-7 പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായി ഇത്തരത്തിൽ ആകാശത്ത് നിന്ന് തന്നെ മറ്റ് ശത്രു രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളെ നിരീക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് GSAT-7 വേഗത്തിൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ അയക്കാൻ തന്നെ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വേഗത്തിൽ ആശയങ്ങൾ കൈമാറാൻ GSAT-7 പ്രത്യേകത ക്രമീകരണങ്ങൾ തന്നെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശയങ്ങളും ചിത്രങ്ങളും അടക്കം വേഗത്തിൽ കൈമാറുന്നതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത്തരത്തിൽ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2250 കിലോഗ്രാം ഭാരമുള്ളതും അതോടൊപ്പം തന്നെ 8 വർഷത്തെ പ്രവർത്തന കാലാവധിയും ഇതെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന തത്വം തന്നെയായിരുന്നു GSAT-7 ആദ്യം തന്നെ ISRO ശാസ്ത്രജ്ഞർ ഇതിൽ വിപുലപ്പെടുത്തിയിരുന്നത്. അത് തന്നെയായിരുന്നു പിന്നീട് ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഈ ശാസ്ത്രജ്ഞർ പ്രധാനമായും ഇതിനകത്തെ കരുതി വെച്ചിരുന്നതും. അതോടൊപ്പം തന്നെ ഇതിന്റെ ക്രമീകരണങ്ങളിൽ പോലും പഴുതടച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഒരു തരത്തിലും ഇതിന്റെ പിന്നോട്ട് പോകില്ല. പ്രധാനമായും കൂടുതൽ വ്യക്തതയും അതോടൊപ്പം തന്നെ കൂടുതൽ വേഗത്തിലും ആശയങ്ങൾ കൈമാറാനുള്ള ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഇത്തരത്തിൽ GSAT-7 വിക്ഷേപണം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ വ്യോമസേനയ്ക്കും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ മേഖലകൾക്കെല്ലാം അടക്കം ഉതകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമീകരണം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ വലിയ ആശാവഹത്തോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. ശ്യാം, ദയവായി തുടരുക. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്യാമിലേക്ക് തന്നെ തിരികെ എത്താം. ഇടവേള. ശബരിമലയിൽ ക്യാമറ കണ്ണുകളുമായി ദേവസ്വം വിജിലൻസ്. സന്നിധാനത്തെ വരുമാന ചോർച്ചയും ക്രമക്കേടുകളും തടയുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും എല്ലാ മേഖലകളിലും ഇവരുടെ കണ്ണുകൾ എത്തുന്നുണ്ട്. നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇതിന് തെളിവാണ്. വിജിലൻസ് SP P ബിജോയിയുടെ നേതൃത്വത്തിൽ 2 SIമാരും 2 CPOമാരും ഉൾപ്പെടുന്ന സംഘമാണ് സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വിജിലൻസ് സംഘം. കൂടാതെ ഇവരെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത 90 വിമുക്ത ഭടന്മാരും ഭണ്ഡാരം സൂക്ഷിപ്പിന് ഹൈക്കോടതി 40 പോലീസുകാരെയും നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇവയ്ക്ക് പുറമെ 24 മണിക്കൂറും തുറന്നുപിടിച്ച ക്യാമറ കണ്ണുകളുമുണ്ട്. സന്നിധാനത്തെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 60 ക്യാമറകൾ വഴിയാണ് വിജിലൻസിന്റെ നിരീക്ഷണം. തീർത്ഥാടകരെ പറ്റിക്കുന്ന ജീവനക്കാരെയും ദിവസവേതനക്കാരെയുമെല്ലാം ഇതിനകം തന്നെ വിജിലൻസ് കൈയോടെ പിടികൂടി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പ്രധാന കടമ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാമ്പത്തിക ചോർച്ച ഒഴിവാക്കിക്കൊണ്ട് വരുമാന വർധന ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം അതിനെ ഓരോ സമയങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി അവർക്കെടുത്ത് കർശനമായ നടപടികൾക്ക് ശുപാർശ ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിന് നൽകി അദ്ദേഹം അത് ബഹുമാനപ്പെട്ട ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. തീർത്ഥാടകരെ കബളിപ്പിച്ച് നെയ്ത്തേങ്ങ കരാറുകാരന് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ പിടികൂടിയായിരുന്നു തുടക്കം. കൂടാതെ മാളികപ്പുറത്തെ ബെല്ലിലെ ക്രമക്കേട് കണ്ടെത്തിയതടക്കം നിരവധി പ്രവർത്തനങ്ങൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 തവണകളിലായി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി എല്ലാ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കി. സുരക്ഷിത തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സന്നിധാനത്തെ വിജിലൻസ് സംഘം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.